യെസ്, സോ ഫൈനലി ഐ ആം ബാക്ക് ഓൺ ട്രാക്ക്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫൺ ഫാമിലിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളുള്ളത് എറണാകുളത്തെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചുറ്റിലുമായിട്ടുള്ള ചോറ്റാനിക്കരയിലാണ്. പക്ഷേ ഇന്ന് സ്ഥലത്തിനൊന്നല്ല കാര്യം, സ്ഥലത്തിലെ ആളുകൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആർക്ക് പണി കൊടുക്കണം എന്നുള്ളതായിരിക്കും നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചിട്ടുള്ളത് ടിസ്ല ചേച്ചിയാണ്. ടിസ്ല ചേച്ചിയുടെ ഹസ്ബൻഡിന് പണി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ പണികൾ, അതിനൊപ്പം തന്നെ അവർക്കൊക്കെ എന്തൊക്കെ സമ്മാനങ്ങൾ അവർക്ക് കിട്ടുമെന്നും കൂടി നമുക്ക് നോക്കാം. സോ ഗൈസ് റെഡി? Just go. Just go. Go, 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 go. നമസ്കാരം. നമസ്കാരം. ഇതൊരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഗസ്റ്റ് വന്നിട്ട് ഇവിടെ വലിയ സന്തോഷം കാണില്ലല്ലോ അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണി കിട്ടാനുള്ള ആളും ഞാൻ പണി കൊടുക്കുന്ന ആളുമാണ്. അതിന്റെ സന്തോഷം വെള്ളി നക്ഷത്രം ജഗദീഷിന്റെ ഫേസ് പോലെ ഒരാളുടെ സമയത്ത് പണി കൊടുക്കാനുള്ള സന്തോഷം ഇവിടെ കിട്ടാനുള്ള. അതെ. സോ ആദ്യം പരിചയപ്പെടാം. എനിക്ക് പേഴ്സണലി പരിചയം ചേച്ചിനെയാണ് വിളിച്ചിട്ട്, പക്ഷെ ഇവിടെയാണ് പരിചയപ്പെടേണ്ട ഇന്നത്തെ കക്ഷി അല്ലേ. സോ രണ്ടുപേരും പേര് പറയും പ്രേക്ഷകർക്ക്. എന്റെ വിളിക്കാം ലാലേട്ടാ എന്നാണോ? ഇച്ചായനാണ്. ഓക്കെ. സ്നേഹമുള്ള പിച്ചായ എന്ന് വിളിക്കും. ഓക്കെ. ദേഷ്യം കയറുമ്പോ പേര് വിളിക്കും. പിന്നെ പല എന്ത് പേരാണെന്ന് അറിയില്ല. ഓക്കെ. അങ്ങോട്ട് തിരിച്ചെങ്ങനെ വിളിക്കും? ദേഷ്യം വന്നാലും ഡിസ്ല, സ്നേഹം ഉണ്ടെങ്കിലും ഡിസ്ല ആണ്. ആകെ ഫോണിൽ മാത്രം ഞാനൊരു ചെല്ലപ്പേര് കണ്ടുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. പിന്നൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ആ കൂടി കൊച്ചിയിലുള്ളവരുടെ അടുത്താണ് നമുക്ക് എവിടെ വീടെന്ന് ചോദിക്കേണ്ടി വരും, വീട്ടിൽ വന്നാൽ പോലും. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുള്ളവരാണ്. അത് ചോദിക്കുക എവിടെ സ്വദേശം. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയാണ്. കൊച്ചി. ഞാൻ പ്രോപ്പർ ഫോർട്ട് കൊച്ചി ആണ് സ്ഥലം. പുള്ളിക്കാരത്തി തന്നെ കൊച്ചിയിലാണ്, പക്ഷെ ചെല്ലാനം അവിടെയാണ് സ്ഥലം. റീലൊക്കേറ്റ് ചെയ്തല്ല, ജോലി സംബന്ധമായിട്ട് ചെയ്തല്ല. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെ തന്നെയാണ്. എന്താ ചെയ്യണേ? ഞാൻ ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ബിൽഡേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. വേദനിക്കുന്ന കോടീശ്വരനാണ്. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ബിൽഡേഴ്സ് സ്റ്റാർട്ടപ്പ് ആണ്, തുടങ്ങി വരുന്നേ ഉള്ളൂ. പിന്നെ ചെറിയൊരു പ്ലോട്ട് വാങ്ങിച്ച് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് സെല് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പിന്നെ അതല്ലാണ്ട് 1-2 ഫ്ലാറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട് എറണാകുളത്ത് സിറ്റിയിൽ തന്നെ. ഇവിടെ ഞാനും സെയിം ഈ ഒരു ഫീൽഡ് തന്നെയാണ്. ഒരു 10-13 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് തന്നെയാണ്. ബിൽഡേഴ്സിന്റെ ഒക്കെ ചാനൽ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ വില്ലയുടെ കൺസ്ട്രക്ഷൻ പാർട്ട്ണറാണ്. അതല്ലേ, ജീവിതത്തിൽ മാത്രമല്ല ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് പ്രവർത്തന മേഖല വേറെ ആണെങ്കിൽ പോലും മലയാളികൾക്ക് സുപരിചിതം അല്ലെ കോണ്ടന്റ് വീഡിയോയിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് പണി കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണെങ്കിൽ പോലും സ്ഥിരം പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ. കാരണം വീഡിയോയിൽ മുഴുവൻ കോണ്ടന്റിൽ നോക്കുമ്പോൾ മുഴുവൻ പണി സ്ഥിരമാണ് എന്നുള്ള സംഭവം. ഈ നോർമലി നമ്മൾ ഇപ്പൊ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ കൂടുതലും കൊച്ചിയിൽ കാണുമ്പോൾ ഫ്ലാറ്റിലായിരിക്കും. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ വീടാവും. എന്താ ശരിക്കും പ്രധാനമായിട്ട് മാറ്റം ഫീൽ ചെയ്യണം? എന്താ ഒരു ഫ്ലാറ്റ് ജീവിതം, എന്താ വ്യത്യാസം? ഞാൻ വീട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാതെ വീട് വെറുതെ പൂട്ടിയിട്ടേക്കാനാണ് ഞാൻ ഒരു വർഷമായിട്ട്. അപ്പൊ കാരണം ഞങ്ങള് ഫ്ലാറ്റുമായിട്ട് ഇപ്പൊ അഡാപ്റ്റഡ് ആയി. മീൻസ് ഇതിപ്പോ 8th ഫ്ലോറിലല്ലേ. അപ്പൊ ആ ഒരു ഹൈറ്റും ഇതൊക്കെ ഒന്നും അവിടെ കിട്ടത്തില്ല, വ്യൂവും സംഭവങ്ങളൊന്നും വീട്ടിൽ കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, CCTV ക്യാമറ ഉണ്ട്, സെക്യൂർഡ് ആണ്. മീൻസ് നമുക്ക് അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൂട്ടിയിട്ട് പോവാൻ പറ്റുന്നത്. പിള്ളേർ വന്നാലും ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. വീട് എന്ന് പറയുമ്പോൾ അത്രക്ക് ഒരു സേഫ്റ്റി ഞങ്ങൾക്ക് തോന്നണില്ല. മറ്റേ സാധനം പറയും നമുക്കൊരു മുറ്റം വേണം, ചെടികൾ എല്ലാം അങ്ങനെയായിരുന്നു. ഇമാജിനേഷൻ എല്ലാം അങ്ങനെയായിരുന്നു. വീട്, ഊഞ്ഞാല്, വാഗമരം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു 1 year കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വീട് അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് അതാ നല്ലത്. ഇപ്പൊ കുറച്ച് നമ്മൾ ജോലി സംബന്ധമായിട്ട് പുറത്ത് പോകുന്നവരൊക്കെ അല്ലേ. അപ്പൊ കുട്ടികളാണെങ്കിലും കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കും. നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. കുട്ടികളുടെ പ്രധാന കക്ഷികൾ എവിടെ? പോയി. അവര് വലുതായിട്ട് വേണം ഞങ്ങള് വീട്ടിലേക്ക് മാറി. അച്ഛന് പണി കിട്ടുന്നത് കാണണ്ടാന്ന് വെച്ചിട്ട് സ്കൂളിൽ വിട്ടതാണോ? അത് സ്ഥിരം കാണുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് ക്ലാസ് ഒക്കെ മിസ് ആയിട്ടുണ്ട്. അവരാണ് ക്യാമറാമാനും ലൈറ്റും. അവർ രണ്ടുപേരും, ഒരാള് ലൈറ്റും ഒരാള് ക്യാമറയും ഒക്കെ ചെയ്യണം. ആ ശമ്പളം വരെ പുറത്തേക്ക് വിടില്ല അല്ലേ. ബാലവേലയാണ്. 10 രൂപ കൊടുക്കും, പൈസ ഉണ്ട്, അത് കുഴപ്പമില്ല. കൊച്ചിലെ തൊട്ടിട്ട് ഒരു മാർഗം ഉണ്ടെന്നുള്ളത് ഉണ്ട്. അപ്പൊ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അങ്ങനെ പണി കൊടുക്കണം എന്ന് തോന്നാൻ കാരണം എന്താണ്? അത് വേറൊന്നുമല്ല, കുക്കിംഗ് ഒക്കെ അത്യാവശ്യം ചെയ്യുന്ന ആളാണ്. അടുക്കള കേരളെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറിയാവുന്ന പണിയാണ് കുറച്ച്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്ത് കുക്ക് ചെയ്യാൻ കയറുമ്പോഴും ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം സവാള,
ക്ലീൻ ചെയ്യലാണെങ്കിലും അരിയലാണെങ്കിലും ജിഞ്ചർ ഗാർലിക് റെഡിയാക്കലാണെങ്കിലും കംപ്ലീറ്റ് ഞാൻ ചെയ്യണം. പുള്ളി ഓൺലി മാസ്റ്റർ ഷെഫ് മാത്രമായിരിക്കും. എന്താണ് ചെയ്യും, ഗ്യാസ് ഞാൻ കത്തിച്ചു കൊടുക്കണം, ഇളക്കവും വേണം, അതെ. പിന്നെ എന്താ പാത്രത്തിലാക്കി എടുക്കലാണോ ഇൻഗ്രീഡിയൻസ് ഇട്ടോളും, മേൽനോട്ടം വഹിച്ചോളും, അതെല്ലാം ചെയ്തോളും. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇന്നിപ്പോ കംപ്ലീറ്റ് ചെയ്യണം. ആ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ആ പണിയിൽ ചെയ്യാത്ത പരിപാടി എന്താണോ അത് ചെയ്തുകൊണ്ടുള്ള കുക്കിംഗ്. അത് ഞാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അല്ല, അത് ചെയ്യാൻ മടിയായിട്ടല്ല, ഗ്യാസ് കത്തിക്കാൻ എനിക്ക് തീരെ വശമില്ല, അറിയാൻ പാടില്ല, ഇച്ചിരി പേടിയാണ്. പിന്നെ കത്തി കൊണ്ടുള്ള പ്രയോഗം എനിക്ക് കത്തി പേടിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോണ്ടന്റ് വരുന്ന തന്നെ ലൈഫ് ഇൻസിഡൻസ് തന്നെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ കുറെ ഫ്രണ്ട്സിന്റെ കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടന്റ്സ് റെഡിയാക്കി കൂടുതലും ചെയ്യാറുള്ളത് എന്നുള്ളത്. ഈ നോർമൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാര്യ കുക്ക് ചെയ്തെടുക്കണം, ഇഷ്ടപ്പെട്ട വിഭവം ചെയ്യണം എന്നുള്ളതൊക്കെ. ശരിക്കും ഈ സമ്പ്രദായം പൊളിച്ചെഴുതാറായില്ലേ എന്ന് തോന്നുന്നു. ഞങ്ങള് കുക്കിംഗ് വലിയ താല്പര്യമുള്ള കക്ഷികളല്ല രണ്ടുപേരും. ജീവിക്കാൻ വേണ്ടി കുക്ക് ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. അതിനുവേണ്ടി കുറെ ടൈം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. എനിക്ക് പക്ഷേ ടൈം എടുത്ത് കുക്ക് ചെയ്യണം. ഇച്ചായി ചെയ്യുമ്പോൾ ടൈം എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് ഡെയിലി ചെയ്യുന്ന ജോലിയാണല്ലോ, അത് പരമാവധി എത്രയും പെട്ടെന്ന് തീർക്കാനേ ഞാൻ നോക്കുള്ളൂ. പുള്ളി വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് നല്ല ടൈം എടുത്ത് ആഘോഷമായിട്ട് ഭയങ്കര പെർഫെക്ഷനിലൊക്കെ ചെയ്യും. എന്നിട്ട് ആസ്വദിച്ച് തിന്നും. അതെ, പക്ഷെ കുറ്റം പറയുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് സന്തോഷം. ഒരു ദിവസമല്ലേ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്, ആ സന്തോഷം. അപ്പൊ ഒരു ആഗ്രഹമാണ്, എനിക്ക് തോന്നുന്നു പണിയേക്കാൾ ഉപരിയായിട്ട് മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു അല്ലെ. അപ്പൊ അറിയുന്ന പണിയാണ് കുറച്ച്, പക്ഷെ അതിൽ അറിയാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് പണികളിലൂടെ പോകുന്നതാണ് ഇന്നത്തെ ടാസ്ക്. ഞാൻ ഇന്ന് വെറൈറ്റി സാധനമാണ് പറഞ്ഞത്, ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അത് എപ്പോഴും ചെയ്യുന്നതല്ല. പക്ഷെ പൊതുവേ തോന്നും ഈ ആളുകൾ ഉണ്ടാക്കുന്ന കറികളിലൊന്ന് മെയിൻലി ചിക്കൻ കറിയാന്ന് പറയാം അല്ലെ. കുറച്ച് ഈസിയാണ്. ക്ലീനിങ് ആണെങ്കിൽ പോലും കുക്ക് ചെയ്യാൻ സുഖം ചിക്കൻ അല്ലേ. ചിക്കൻ കൊണ്ട് എന്ത് സാധനവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഈ കോൺഫിഡൻസ് അവിടെ ഉണ്ടാക്കുമ്പോഴും കാണണം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ലാലേട്ടൻ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് വെച്ചാണോ അതോ സ്നേഹം വെച്ചാണോ ഉണ്ടാക്കാൻ പോണേ നമുക്ക് നോക്കാം. സോ റെഡി. പണി കൊടുക്കുന്ന ആൾ ഇവിടെ ഇരിക്കണം, പണിക്കാരെ കൊണ്ട് ഞാൻ പോവും. അപ്പൊ ഉണ്ടാക്കി വരാം. റെഡി. അപ്പൊ യെസ്, ഇതാണ് ഇപ്പൊ നമ്മുടെ അങ്കത്തട്ട് അല്ലേ. അതെ, ഇതുവരെ ഇത് കിച്ചൺ ആയിരുന്നു, പക്ഷെ ഇപ്പൊ മുതൽ ഇത് പണിപ്പുരയാണ് അല്ലേ. പണി കിട്ടാൻ പോകുന്ന പണിപ്പുരയാണ്. അപ്പോ ഐറ്റം എന്താന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ചില്ലി ചിക്കൻ. അത് നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ അല്ലേ. എങ്ങനെയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എവിടെ തുടങ്ങണമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. അതും ഞാൻ പറഞ്ഞിട്ട് എവിടെ തുടങ്ങാനാ പ്ലാൻ? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ധാരണയുണ്ടോ? ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ചിക്കൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം ഇൻഗ്രീഡിയൻസ് പോയിട്ട് എടുത്താലോ? ഓക്കെ. എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും പുള്ളി നിൽക്കണേ. എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി, ചില്ലി ചിക്കൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എവറിത്തിങ് ഓക്കെ ആണ്. ഇതിലുണ്ടോ? എല്ലാ സാധനങ്ങളും ഉണ്ടോ? ഇനി കുറച്ച് 1-2 സാധനങ്ങൾ കൂടി ഓർമ്മിപ്പിക്കണല്ലേ. അങ്ങനെ ചില്ലി ചിക്കനുള്ള ചിക്കൻ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കത്തി പേടിയുള്ള ആള് നമുക്ക് പണിയുടെ ഭാഗമായിട്ട് കത്തി കയ്യിലെടുത്തിട്ടുണ്ട്. കുഞ്ഞി കത്തികൾ നമുക്ക് കുഴപ്പമില്ല. ഈ ചില്ലി ചിക്കൻ ശരിക്കും പറഞ്ഞാല് നമുക്ക് ബ്രസ്റ്റ് പീസ് ആണല്ലോ എടുക്കണത്. ഇത് മൊത്തത്തില് വട്ടൻകാരിലൂടെ സകല സാധനങ്ങൾ എല്ലാം മിക്സ് ആയിട്ട് കിടക്കണം അല്ലേ. നമുക്ക് ½ kg ഉണ്ടാവും. യെസ്. അപ്പൊ നമുക്ക് മുഴുവൻ മീറ്റ് എടുത്തിട്ടില്ല, നമുക്കിപ്പോ ആവശ്യത്തിന് കഴിക്കാനുള്ള സംഭവം മാത്രം എടുത്തിട്ടുള്ളൂ. കുറച്ച് വിനാഗിരി വേണം. ഓക്കെ. വിനാഗിരി തന്നെയല്ലേ സ്മെല് ചെയ്തിട്ട് ഉറപ്പ് വരുന്നത്. കോൺഫ്ലവർ ആണ്. ഓക്കെ. ഇതിന്റെ റെസിപ്പി ഒന്നും പറഞ്ഞു കൊടുക്കരുത്. വേറെ കാര്യം കൂടി ഉണ്ട്. ഇത് പണി കിട്ടാന്ന് പറയുമ്പോ ശരിക്കും ലാലേട്ട പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺ റെസിപ്പി പരിപാടിയാണ്. അതിന്റെ സീക്രട്ട് റിവീൽ ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാൻ താല്പര്യമില്ലെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളത് പരിചയപ്പെടുത്തുന്നത് മാത്രമല്ലേ. ഇത്രയും മതിയായിരിക്കും അല്ലേ? എന്നോടാണോ ചോദിക്കുന്നത്?
കുറച്ച് സോയാ സോസ്, ഓക്കെ, മുട്ട, ഉപ്പിട്ടില്ല എന്നാ, ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ വേണം, ഓക്കെ, കുറച്ച് കുരുമുളക് കൂടി ഇട്ടേക്കാം. ഇനി ഇതൊന്നേ സെറ്റ്. പെപ്പർ കൂടി അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ ഇതിപ്പോൾ പണി മാറിയിട്ട് ഏതാണ്ട് കുക്കറി ഷോ പോലെയായി, ഓരോ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞ് അപ്പം എന്നാലും ഇനി ഇത് വെക്കണം കുറച്ച് നേരം അല്ലേ? എത്ര നേരം വെക്കണം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ആ 10 മിനിറ്റ് വേറെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടോ സൈഡിൽ? നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അരിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി അരിഞ്ഞെടുക്കാം. അതെ, ഓക്കെ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, അത് ആദ്യമേ ചെയ്തേക്കാം. ഉള്ളിയരിയില? ഉള്ളിയല്ല, ഇഞ്ചിയും വെളുത്തുള്ളി ക്ലീൻ ചെയ്യില്ലല്ലേ? നേരത്തെ പറഞ്ഞ പോലെ മെനക്കെട്ട പരിപാടികൾ കുറച്ചധികം ഈ ചുരണ്ടലും ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് വെള്ളുള്ളി അല്ലെ വെളുത്തുള്ളി ആക്കി കഴിഞ്ഞു. പൊളിക്കാനും ബുദ്ധിമുട്ടില്ല, അരിയുന്നതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് സവാള. മുളക് വേണ്ടപ്പോ? പച്ചമുളക് വേണ്ടേ? ആ, പച്ചമുളക് വേണം. സാധാരണ കൂടുതൽ ചേച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിപ്പിക്കാൻ കൂടുതൽ ചെയ്യുന്ന സംഭവം എന്താ? അവളങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നും വേണ്ട, നമ്മൾ ചുമ്മാ വർത്തമാനം പറഞ്ഞോണ്ട് നിന്നാ മതി. കമ്പനി കൊടുത്താൽ മതി. അവൾക്ക് തോന്നുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യാനാണ് തോന്നി, അങ്ങോട്ട് തോന്നലുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ പോലെ. ഇത് നല്ല കാര്യമാണ്. ഞാൻ കുറെ നേരമായിട്ട് അതിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അതിന്റെ ഒരു മര്യാദ മാനിച്ച് ആയുധം കയ്യിലെടുക്കലാണ് പ്രധാനമായിട്ട്. അത് കുറച്ചുകൂടിയൊക്കെ തിരിഞ്ഞോ? ഇങ്ങനെ ഇത് മറ്റേ പോലെ ഇപ്പൊ പൊട്ടു പറഞ്ഞിട്ടാണ് നിക്കണേ. ചേച്ചി സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചേച്ചിയുടെ വാക്ക് തെറ്റിച്ചോണ്ട് തന്നെ ഞാൻ ഇത്ര ഉള്ള. യെസ്, അത് ചട്ടി ചൂടാവണം വെള്ളം പോണമെന്നൊന്നുമില്ല അല്ലേ? പ്രശ്നമില്ല. ചിക്കൻ്റെ ഒപ്പം വിരല് എണ്ണയിൽ മുങ്ങാതെ നോക്കണം. പച്ചയിൽ നിർത്തില്ലെങ്കിൽ വിഷമാവല്ലോ വെച്ചിട്ടാണോ മറ്റേത് പകുതി അവിടെ വെച്ചിട്ട് ഇരുന്ന് എടുക്കണം? അതെ, കളർഫുൾ ആയിക്കോട്ടെ. ഓക്കെ. ഒരുവിധം ഹാഫായിട്ട് വെന്തിട്ടുണ്ട്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ട്, പരിപാടി കഴിയാൻ പക്ഷെ ഓർമ്മ വരുന്നുള്ളൂ. പ്രധാന സംഭവം വിട്ടിട്ടുണ്ടെന്നുള്ളത്. സാധനങ്ങൾ എവിടെ എന്തൊക്കെ വേണ്ടതിനേക്കാൾ ഉപരിയായിട്ട് എവിടെ ഇരിക്കണം എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് മിക്സ് ചെയ്യണോ? വേണ്ട, ഇപ്പോഴല്ല, ലാസ്റ്റ്. സോ നമ്മൾ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് ഇപ്പം പാനിൽ
വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, അതുപോലെ തന്നെ പച്ചമുളക്, വെള്ളുള്ളി, ഇഞ്ചി, അതിൻ്റെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അതിൽ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും അത് വഴറ്റി വരുമ്പോൾ തന്നെ അതിൽ ഇപ്പോൾ സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് കച്ചപ്പും ചേർത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ചില്ലി സോസ്. ഗ്രീൻ ചില്ലി സോസാണ്. ഫൈനലി അതിൽ കോൺഫ്ലവറിൽ നമ്മൾ നേരത്തെ പൗഡറിൽ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 തവണയായിട്ട് പാകത്തിന് അതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളം. എനിക്ക് എപ്പോഴും തരുന്ന സെയിം മല്ലിയിലും പുതിനയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. യെസ്, അതാണ് പൊറോട്ട വാങ്ങാൻ ആളെ കൊണ്ടുവരും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ചപ്പാത്തി ഉണ്ട് ഇതിൻ്റെ അത് ഉണ്ട്. ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ ആദ്യം സെറ്റ് ആക്കിയാൽ മതി. മുഖ്യം പിക്കിലല്ലേ, ക്യാപ്സിക്കം 2 കളർ അരിഞ്ഞിട്ടതല്ല അതിന് വേണ്ടിയിട്ടാണ്. യെസ്, സോ ഫൈനലി ഇത് ഐറ്റം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ ഭംഗിയുണ്ട്, സ്മെല്ലും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണം കിട്ടണമെങ്കിൽ കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. പക്ഷെ ഇവിടെ ഞാനും ചേട്ടനല്ലേ കഴിക്കേണ്ട ഒരാളുണ്ട്. അത് പണി കൊടുത്ത ആളാണ്. അപ്പം ആളെ തന്നെ വിളിക്കാം അല്ലേ? അപ്പം തന്നെ കുറച്ചുകൂടി വേർപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. സോ ചേച്ചി വരൂ. എന്തായി എന്നുള്ളത് കണ്ടിട്ടും കഴിച്ചതാ. കൈയോട് പിടിച്ചോളൂ. ഓക്കെ, ടെൻഷൻ അപ്പുറത്തൊരാളുടെ മുഖത്ത് കാണാനുണ്ട്. ഉള്ളതുപോലെ പറയണം. പണി കൊടുത്തതിന്റെ സെന്റിമെന്റ്സ് ഒന്നും പാടില്ല. ഉള്ള കേസ് ആദ്യം ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. നമ്മള് ചില്ലി ചിക്കന് കോക്കനട്ട് ഓയിൽ അല്ല ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. കോക്കനട്ട് ഓയിലിന്റെ ടേസ്റ്റ് പെടും, പക്ഷെ അല്ലാതെ ബാക്കി നല്ല ടേസ്റ്റ്. പക്ഷെ നാച്ചുറൽ ആയിട്ട് സംഭവം ചെയ്ത് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ കളേഴ്സ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എത്ര മാർക്ക് കൊടുക്കാം? 8 out of 10 കൊടുക്കാം. 8 രണ്ടേ പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇതുപോലെ പണി കിട്ടുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇതുപോലെ കുക്കിംഗ് നിൽക്കാലോ അല്ലേ? ചേട്ടനൊരു പേടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ടേസ്റ്റ് എങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ സ്ഥിരം അവിടെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കട്ടെ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂട് കറക്റ്റ് കൊടുക്കാമല്ലോ അല്ലേ? പാകമായിട്ടല്ലോ അല്ലേ? സെറ്റാണ്. ഇങ്ങനെ നേരത്തെ നോക്കി കുഴപ്പമില്ല. പക്ഷെ റെഡി വന്നപ്പോൾ ഉപ്പ് ഇത്തിരി കൂടുണ്ടോ എന്ന് മാത്രം ഒരു സംശയമുണ്ട്. അത് പൊറോട്ട കൂടെ സെറ്റാണ്. വാങ്ങുന്ന പൊറോട്ട ഇത്തിരി ഉപ്പ് കുറച്ചുണ്ടാക്കുന്നത് മാത്രം. പക്ഷെ എന്നാലൊരു 6-7 ഒക്കെ കൊടുക്കാം. അവിടെ സ്നേഹത്തിന്റെ ഒരു പോയിന്റ് കൂടുതൽ കൊടുത്താണ്. പക്ഷെ തകർത്തു. ഇത് സ്ഥിരാക്കണം. കൈപ്പുണ്യുണ്ട് മട്ടാഞ്ചേരിക്കാരന്റെ കയ്യില്. ചേച്ചി ചേട്ടന് കൊടുത്ത പണിയൊക്കെ നമ്മൾ കണ്ടു. സത്യത്തിൽ ആ ചിക്കൻ്റെ സ്മെല്ല് ഇതുവരെ പോയിട്ടില്ല അല്ലേ? കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. പക്ഷെ ഫൺ ഫാമിലിയിലെ ശരിക്കുള്ള ഫൺ സെഗ്മെന്റിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് എനിക്കുള്ള പണിയായിപ്പോയി. ഇതായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒന്ന് എക്സ്ചേഞ്ച് കൊടുത്തതല്ല പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പണി തിരിച്ച് കിട്ടി. അപ്പൊ കുറച്ച് കളർഫുൾ പരിപാടിയാണ്. കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ ശരിക്കും സംഭവം എന്നുള്ളത്? ബോൾ വെച്ചിട്ട് എന്തുള്ള ഒരു പരിപാടിയാണ്. മിക്കവാറും ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ആയിരിക്കും. ഉണ്ട്, പകുതി ശരിയാണ്. അപ്പൊ ഈ കാണുന്ന ബോൾസ് എല്ലാം ഈ കാണുന്ന 5 ഗ്ലാസ്സിൽ 5 വീതം ഇടണം. ഇട്ടാ മതി. പക്ഷെ ഇട്ടാ മതി ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇങ്ങനെ കുത്തി ബൗൺസ് ചെയ്ത് വന്ന് അവിടെയാണല്ലോ കുറച്ച് ടാസ്ക് വേണ്ടേ, പണി കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ കിടക്കുന്ന ബോൾ പോയാൽ അത് തന്നെ എടുത്തിടണം എന്നില്ല. ഇത്ര അധികം ബോൾസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ സമയം ആണെങ്കിൽ അതാണ് ഏറ്റവും ഇതിലെ ഹൈലൈറ്റ്. 60 സെക്കൻഡ്സ് മാത്രമാണ്. 1 മിനിറ്റിനുള്ളിൽ ഇത് തീർക്കണം. ഫാസ്റ്റ് ആയിട്ട് തീർക്കാം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുറെ ബോൾ ഉണ്ട്, അത് എടുക്കരുത്. എടുക്കാൻ പറ്റൂല. റെഡി? സോ കിട്ടിയല്ലോ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത് കമ്പനിക്ക് അടിക്കുന്നത് ആദ്യമേ പറഞ്ഞേക്കാം. ഇല്ല, ഇത് ശ്രമിക്കാം. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. എന്റെ കയ്യിൽ ആയുധം ഞാൻ ഞെക്കാൻ പോവാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലടിച്ച് ഇതിലിടണം അല്ലേ? അതെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. റെഡി? അപ്പൊ നോക്കി 5 ഗ്ലാസ് 5 വീതം 5 ഫില്ല് ചെയ്യണം സമയത്തിനുള്ളിൽ. 1 മിനിറ്റ്. Ready? ശരി. Yes. So your time starts now.
നമ്മൾ ഈ ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അവിടെ അല്ല. നമ്മള് ഗ്ലാസിനെ അപമാനിക്കുന്നതിന് തുല്യാണ്. ഇടയ്ക്കൊന്ന് പരിഗണിച്ചോളൂ. Yes, ready. ആ, നമ്മൾ ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ അടുപ്പിച്ചിടാം കേട്ടോ. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകാൻ പാടുമെന്നില്ല. ബോണില് വേദനക്കില്ല, കുറച്ച് ഉറക്കിടാൻ പറ്റും. ഇത് നമ്മൾ അമൽനീരത് മൂവി പോലെ സ്ലോ മോഷൻ കളിക്കണ്ട. റെഡി? യെസ്. ഫാസ്റ്റ് ആയല്ലോ. ഇതൊന്നും വീഴാൻ കാത്തിക്കണ്ട, ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത് കിട്ടോ. അങ്ങനെ 1 മിനിറ്റില് ഇനി 10 സെക്കൻഡ്സ് മാത്രമാണുള്ളത്. സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 സ്റ്റോപ്പ്. അങ്ങനെ ടൈം കഴിഞ്ഞു. പക്ഷെ ചേച്ചിയുടെ ശ്രമങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കളി പഠിച്ചു വരുമ്പോഴേക്കും സമയം കഴിഞ്ഞ പോലെ. അപ്പൊ 5 ക്ലാസ്സിൽ 5 വീതം എന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒരാളെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 2, ഇവിടെ 4, 1 കുറവുള്ളൂ, ഇവിടെ 3. യെസ്, എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം ഒന്നും വരാത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മള് 5 ക്ലാസ്സിൽ എത്തണമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ അങ്ങനെ വരരുത്, നമ്മൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ പക്ഷെ ഇത് വിൻ ചെയ്യണമെങ്കിൽ നല്ല കിടിലൻ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പോയി എന്നുള്ളതാണ്. പക്ഷെ വിഷമിക്കേണ്ടതില്ല, കുറെ അടിപൊളി ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സോ അത് വേണ്ടേ? അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ്സ് ഇവിടെ റെഡിയാണ്. അത് വാങ്ങാൻ വേണ്ടി ചേട്ടനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗെയിം കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? കണ്ടു നോക്കെ ആണല്ലേ? ആ കൂടി ചേച്ചി എറിഞ്ഞിട്ട് നല്ല കാര്യം ചേട്ടനാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇവിടുന്ന് ചേച്ചി പറയേണ്ടത് ആദ്യമേ അറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുക, ചേട്ടനായിരുന്നെങ്കിൽ ഇത് വിൻ ചെയ്യുമായിരുന്നു? പിന്നെ ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടോ? ചിക്കൻ കറിയിൽ ഉണ്ടായിട്ട് ഇത്ര കോൺഫിഡൻസ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കുറെ ഗിഫ്റ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് തരട്ടെ. പക്ഷെ 2 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെ? സ്കൂളിൽ വിട്ടുകൊണ്ട് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട്. അപ്പൊ എന്തായാലും അതെ പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും വരുന്ന സമയത്ത് ഗിഫ്റ്റ് കാണുമ്പോൾ സന്തോഷമായിക്കോളും. അപ്പൊ അതുകൊണ്ട് തന്നെ CP ടാപ്സ് ആൻഡ് ബാത്ത്വേഴ്സ് ഗിവ് യുവർ ബാത്റൂം ആസ് സ്പെഷ്യൽ ഫ്ലയർ. അപ്പൊ ഇതാ വാങ്ങിക്കോളൂ, ഒരുമിച്ച് വാങ്ങും. പ്രകൃതിയിൽ നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള വെളിച്ചെണ്ണ, വീട്ടമ്മമാർ മനസ്സറിഞ്ഞ് അംഗീകരിച്ച രുചിക്കൂട്ട്. അപ്പൊ ദാ ഇനി അടുക്കളയിലെ രുചി നിങ്ങൾക്ക് കൂടി ഉണ്ടാവട്ടെ. PP കോക്കനട്ട് ഓയിലിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്. ബി ഫേസിന്റെ ഹെർബൽ ഫേസ് ആൻഡ് സ്കിൻ കെയർ ഫ്രം ബി ഫേസ് ഹെർബൽ എക്സ്പോർട്ട് ലിമിറ്റഡിന്റെ ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സന്തോഷമായല്ലോ. അപ്പൊ കുറെ ഗിഫ്റ്റ് ഇതാ അതുപോലെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾക്കും കുറെ പണികളൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈ താഴെ കാണുന്ന മെയിൽ ID കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങളും നിങ്ങളെ തേടിയെത്തും പണികളും ഗിഫ്റ്റുകളായിട്ട്. അപ്പൊ അടുത്തൊരു ഹൃദയത്തിൽ കാണുന്നവരേക്കും ബൈ.